നമസ്കാരം. നിങ്ങൾക്കൊരു 40-45 വയസ്സിന് ശേഷമൊക്കെ തന്നെ എല്ലിൻ്റെ ബലം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് അധികവും തന്നെ ഈ പ്രായം കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മുട്ടുവേദന എന്നുള്ള പ്രശ്നം, മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ആ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ടുമൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഒക്കെ ക്രിക് ക്രിക് എന്നുള്ളൊരു ചെറിയ സൗണ്ടൊക്കെ തന്നെ ഈ ജോയിൻറ്റുകളിൽ നിന്നൊക്കെ കേൾക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും അതുപോലെ നമുക്ക് ഞരമ്പുകൾക്കൊക്കെ തന്നെ ശക്തി ക്ഷയിച്ചു വരുന്നത് കാരണം സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാതെ വരുന്നതും ഇത്തരം നീർക്കെട്ടും വേദനയും ഒക്കെ അസഹ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൽസ്യം ശരീരത്തിലുണ്ടോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാൽസ്യത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ കാൽസ്യം മരുന്നുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, അല്ല അതിലും നല്ലത് നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയാലോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ, കാരണം ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ ഒന്നാമത്തേത് ഹാലിം സീഡ്, അല്ലെങ്കിൽ നമ്മൾ ആശാളി എന്ന് മലയാളത്തിൽ പറയും. കർക്കിടക മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ഞിക്കൂട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ ആശാളിയെക്കുറിച്ച് ഓർക്കാറുള്ളത്. എന്നാൽ അത് മാത്രമല്ല, ആശാളിക്ക് മറ്റുള്ള ഇത്തരം ശരീരത്തിൽ കാൽസ്യം കൂട്ടാനും അതുപോലെ സർക്കുലേഷൻ കൂട്ടാനും ഹീമോഗ്ലോബിൻ കൗണ്ടൊക്കെ കൂട്ടാനും ഒക്കെ ഉള്ള ഒരു കഴിവ് കൂടെ ഉണ്ട്. കാൽസ്യം, അയൺ, മെഗ്നീഷ്യം ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലത്തിന് ഏറെ നല്ലതാണ്. അപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു പ്രായം കഴിഞ്ഞാൽ മെനോപോസിനോടൊക്കെ അടുപ്പിച്ച് തന്നെ ഇവർക്ക് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കാണാം. ഇനി അതിന് ശേഷമാണല്ലോ കാൽസ്യം നന്നായിട്ട് കുറയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. വിളർച്ച, ദഹനക്കേട്, മലബന്ധം എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ ബാലൻസ്, ആർത്തവ ക്രമീകരണം ഇവയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മുടി വളർച്ച, എല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ശരീരഭാരം കുറയ്ക്കാൻ, ഇരുമ്പ്, പ്രോട്ടീൻ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസുകൾ എന്നിവയുടെ എല്ലാം തന്നെയുള്ള ഒരു ഉറവിടം കൂടെയാണ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു സംശയം വരാം. വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ. ഒരു സ്പൂൺ ഹാലിം സീഡ്, അധികമൊന്നും വേണ്ട. അത് നമുക്ക് ഒരു അല്പം വെള്ളത്തിൽ നന്നായിട്ട് രാത്രി കുതിർത്തിടാം. 2 രീതിയിൽ ഉപയോഗിക്കാം. ഇങ്ങനെ കുതിർത്തിട്ടതിന് ശേഷം രാവിലെ അതൊന്ന് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത്, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കാം. ശർക്കരയോടെ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ തണുത്തതിന് ശേഷം അല്പം തേന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊന്ന് ഇളം ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കണം, പാലിൻ്റെ കൂടെ എന്ന് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഹാലിം സീഡിനായാലും ശരീരത്തിൽ ചൂട് കൂട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമുക്ക് പാല് ശീത ഗുണമുള്ളതായതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഇത് ചിലവർക്കൊക്കെ ബ്ലോട്ടിങ് പ്രശ്നങ്ങളൊക്കെ അധികമായി കഴിച്ചാൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരം അധിക അളവിൽ എടുക്കാതിരിക്കുക. ഇതുപോലെയുള്ള ഇടയ്ക്ക് ഹാലിം സീഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. ഇനി അല്ലെങ്കിൽ ഹാലിം സീഡ് ഉപയോഗിക്കാനുള്ളൊരു വഴി, കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിന് കൂടെ നവരി അരിയും ഒക്കെ ചേർക്കുന്ന കഞ്ഞിയൊക്കെ തയ്യാറാക്കുമ്പോഴും തേങ്ങാപ്പാലിനൊക്കെ കൂടെ ഈ ഒരു ഹാലിം സീഡ് അല്ലെങ്കിൽ ആശാളി കൂടെ ചേർത്ത് തയ്യാറാക്കി ഉപയോഗിക്കാം. എക്സ്ട്രീംലി ഹൈ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ് രണ്ടാമത്തേത്. ഏതാണെന്നല്ലേ? തില് അല്ലെങ്കിൽ എള്ള് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ കറുത്ത എള്ളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത്തരം കറുത്ത എള്ള് തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് കൂടെ, ഇത് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ എല്ലിൻ്റെയൊക്കെ ബലം കൂട്ടാനും പല്ലിൻ്റെ ബലം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. എല്ല് തേയ്മാനം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലധികമായിട്ടുള്ളവർക്ക്, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ, ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാം തന്നെ ഒരളവിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്നേ ഉള്ളൂ. 1 മുതൽ 2 സ്പൂൺ വരെ ഒരു ദിവസം നിങ്ങൾക്കാവാം. ചർമ്മത്തെ സംരക്ഷിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അല്ലെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ വിളർച്ചയുണ്ടെങ്കിൽ തടയാനും ഒക്കെ സഹായിക്കുന്നു. ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നതിന് കൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിന് ഊർജ്ജം നൽകുന്നു എന്നിങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻ, കാൽസ്യം, മെഗ്നീഷ്യം, അയേൺ, സിങ്ക്, വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡൻസുകൾ, ഒമേഗ ഫാറ്റി ആസിഡുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുതിർത്ത് കഴിക്കുകയോ അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് കഴിക്കുകയോ ചെയ്യാം. അതിനുള്ളൊരു വഴി പറയാം. നല്ല എണ്ണയൊന്നും ആക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഒന്ന് ഒരു ചെറിയ പീസ് ചുക്ക് മതി, ചുക്കും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അതിന് കൂടെ അല്പ ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെഡിസിൻ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തിൽ 1 or 2
ടീസ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞ് ചിലർക്കൊക്കെ തന്നെ വയറിന് ബ്ലോട്ടിംഗ് പ്രശ്നങ്ങളോ ചിലപ്പം മലം ലൂസായിട്ട് പോകുന്നൊരവസ്ഥയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കൃത്യമായ അളവിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എള്ളിൽ കോപ്പർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സന്ധിവാതത്തെ തടയാനും വേദന കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെയും സന്ധികളുടെയും രക്തക്കുഴലുകളെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് കൂടെ ദഹനം സുഗമമാക്കാനും മലബന്ധം അകറ്റാനും ഒക്കെ ഉള്ള നാരുകൾ ധാരാളം ഉള്ളതിനാൽ ആ ഗുണങ്ങളും ഉണ്ട്. മുടി കൊഴിച്ചിൽ തടയാനും എള്ള് മുടിയുടെ വേരുകളെയൊക്കെ ബലപ്പെടുത്താനും എള്ളിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ഫാറ്റി ആസിഡുകൾ മുടി വളരാനും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ തലയോട്ടിയിൽ എണ്ണമയമുള്ളതാക്കാനും മുടി നരയ്ക്കുന്നതിനെ തടയാനും ഏറെ ഗുണകരമുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത് നമുക്ക് പറയാനുള്ളത് ഏറ്റവും അധികം പ്ലാന്റ് സോഴ്സിൽ കൂടുതലായിട്ടും ഇത്തരം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി, മുത്താറി എന്നൊക്കെ പറയുന്ന ഫിംഗർ മില്ലറ്റ് എന്നുള്ളത്. കാൽസ്യം കൂടുമെന്ന് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാനും നന്നായിട്ട് നമുക്ക് ഒരു ആ വിളർച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല യുവത്വത്തോടെ നല്ല പ്രസരിപ്പോടെയൊക്കെ ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു മുഖത്ത് ആ ഒരു തിളക്കം കിട്ടാൻ ചർമ്മത്തിനൊക്കെ തന്നെ ഒരു തിളക്കം കിട്ടാനുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനും അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും അസ്ഥിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രായമാകുന്നത് തടയാനൊക്കെ ഇതിലെ നാരുകൾ, ഇരുമ്പ്, കാൽസ്യം, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ സഹായിക്കുന്നു. കൂടാതെ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനും പ്രമേഹ രോഗികൾക്കും ഒക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. സാധാരണ ഒരു പോറിഡ്ജ് രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ആ രീതിയിൽ നമുക്ക് ഉപ്പ് ചേർത്തിട്ടോ അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ടോ പനം കൽക്കണ്ടോ കരിപ്പെട്ടിയോ ഇങ്ങനെ എന്ത് ചേർത്തിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. അല്പം പാലും കൂടെ ചേർത്തിട്ട് ലൂസാക്കി കുറച്ചുകൂടെ കാൽസ്യം റിച്ച് ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പാല് പറ്റാത്തവർക്ക് നമുക്ക് വെള്ളത്തിലും കാച്ചിയെടുക്കാം. ഈ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് റാഗി കൊണ്ട് തന്നെ റാഗി പുട്ട്, റാഗി ദോശ തുടങ്ങിയിട്ട് പല വിഭവങ്ങൾ നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും വീടുകളിൽ. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ഈ കുറച്ചൊരു പ്രായം ചെന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഏറെ അഭികാമ്യമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് റാഗി ചേർത്തിട്ടുള്ളത്. റാഗി പ്രോട്ടീനിന് പുറമെ ധാതുക്കളുടെ വളരെ സമ്പന്നമായ ഉറവിടം കൂടിയാണ്. മറ്റ് ധാന്യങ്ങളിൽ കാണപ്പെടുന്ന 5 മുതൽ 30 ഇരട്ടി കാൽസ്യം ഇതിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അസ്ഥിൻ്റെ സാന്ദ്രതയും ആരോഗ്യം നിലനിർത്താൻ കാൽസ്യം ഒരു പ്രധാന ഘടകമാണ്. ഓസ്റ്റിയോപോറോസിസ് കേസുള്ളവരോ അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഏറെ ഗുണകരമായിട്ടുള്ളതാണ്. ഇനി നാലാമത്തേത് എന്താണെന്ന് അറിയണ്ടേ? പാലിൻ്റെയും തൈരിൻ്റെയും ഉപയോഗമാണ്. നമ്മുടെ ശരീരത്തിൽ ബോണിനൊക്കെ തന്നെ ശരീരത്തിൽ മിനറൽസിനെയൊക്കെ തന്നെ ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല ഒരു കാര്യമാണ് പാലും തൈരൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഇനി പാലും തൈരിലും കാൽസ്യം, പ്രോട്ടീൻ, വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ നല്ലതാണ്. ഇനി എല്ലുകൾക്ക് ബലം നൽകാനും എല്ല് തേയ്മാനം കുറയ്ക്കാനും ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ദഹനം മെച്ചപ്പെടുത്താൻ തൈരിലെ പ്രോബയോട്ടിക് കുടലിലെ ആരോഗ്യത്തിന് നല്ലതാണ്. അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രതിരോധശേഷി പാലും തൈരും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പാലിൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മസിലിൻ്റെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പാലും തൈരും. അപ്പോൾ ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ തൈര് എപ്പോഴും തന്നെ രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് നെഞ്ചൊരിച്ചിലോ പൊളിച്ചത് കിട്ടലോ പ്രശ്നങ്ങളും അങ്ങനെ ദഹിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ സമയം കഴിക്കുന്നത് അഭികാമ്യമല്ല. ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തേത് നട്ട്സുകളിൽ 2 എണ്ണമാണ്. ഒന്ന് ബദാം അല്ലെങ്കിൽ ആൽമണ്ടും വാൾനട്ടുമാണ്. മഗ്നീഷ്യം, ഫോസ്ഫറസും ഒക്കെ തന്നെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബോണിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. രാത്രി കുതിർത്ത ശേഷം രാവിലെ കഴിക്കുന്നത് ദഹനത്തിനും അതുപോലെ പോഷകത്തിൻ്റെ ഒക്കെ ആഗിരണത്തിനും വളരെ ഉത്തമമാണ്. പിന്നെ ഹൃദയ ആരോഗ്യത്തിന് വാൽനട്ടിലെ ഒമേഗ-3 ഫാറ്റി ആസിഡുകളും ബദാമിലെ പോഷകങ്ങളും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന് കൂടെ തന്നെ ഈ ബദാമും വാൽനട്ടും കുതിർത്തും ഇടുന്നതിന് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത്തിപ്പഴം, ഡ്രൈ ഫിഗ് ഉണ്ടാവും. അതൊരു 2 എണ്ണം എടുത്ത് ഇതുപോലെ കുതിർത്തിട്ട് കഴിഞ്ഞിട്ട് രാവിലെ അത് നന്നായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയൊക്കെയാണെങ്കിൽ ഏറെ നല്ലതാണ്. ആറാമത്തേത് കാൽസ്യം, വൈറ്റമിൻ കെ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഡ്രം സ്റ്റിക്ക് ലീവ്സ് അല്ലെങ്കിൽ മുരിങ്ങയില എന്നുള്ളത്. മുരിങ്ങയിലയിൽ ധാരാളം കാൽസ്യം ഉണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിനുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് എന്ന് വേണം പറയാൻ. എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യുത്തമ
ഉത്തമമാണ്. പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മുരിങ്ങയില കഴിക്കുന്നത് എല്ലുകളെ ബലപ്പെടുത്താനും ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം തടയാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തോരനോ കറി വെച്ചോ ദിവസത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ മുരിങ്ങയില തോരനോ അല്ലെങ്കിൽ പരിപ്പ് ചേർത്തൊക്കെ തന്നെ കറി വെച്ച് കഴിക്കാം. അതല്ലെങ്കിൽ ഉണങ്ങിയ മുരിങ്ങയില പൊടിച്ചൊരു ടീസ്പൂൺ വീതം ജ്യൂസിലോ സ്മൂത്തിയിലോ ചേർത്തിട്ടോ അതല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒക്കെ തന്നെ കുടിക്കാറുണ്ട് വെറും വയറിൽ കഴിക്കാൻ. ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഏഴാമത്തത് ചെറിയ മീനുകളാണ്. ചെറിയ മീനുകൾ കഴിക്കുന്നത് എപ്പോഴും തന്നെ കാൽസ്യത്തിൻ്റെ കലവറയാണ്. അതുകൊണ്ട് തന്നെ മത്തി, അയല, നത്തോലി തുടങ്ങിയ ചെറിയ മീനുകൾ എല്ലോടെ കൂടി കഴിക്കുന്നത് കാൽസ്യം ലഭിക്കാൻ സഹായിക്കും. പിന്നെ കാൽസ്യം ആഗിരണം ചെയ്യാൻ ആവശ്യമായ വൈറ്റമിൻ ഡി, ഹൃദയാരോഗ്യത്തിന് നല്ലതായ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവയൊക്കെ ചെറുമീനിൽ ധാരാളം. പലർക്കും ഈ കാൽസ്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു സംശയമാണ്, കാൽസ്യം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പലപ്പോഴും കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഹൃദയ ആരോഗ്യത്തെ വരെ തകരാറിലാക്കുന്ന രീതിയിൽ ബ്ലോക്കുകൾ രൂപപ്പെടാറുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. ശരിയാണ്. അത് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ പ്രകാരമല്ലാതെ കാൽസ്യം ടാബ്ലറ്റ് എടുത്തൊക്കെ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് സേഫായിട്ടുള്ള രീതി, നമ്മുടെ ഭക്ഷണ രീതിയിൽ നല്ല ക്രമമായിട്ടുള്ള ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വൈറ്റമിൻ കെ, മെഗ്നീഷ്യം, വൈറ്റമിൻ ഡി ഇവയൊക്കെ തന്നെ ഇവയുടെ കൂടെയല്ലാതെ ഇവയൊക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ കാൽസ്യം ബോണിലേക്ക് പോകില്ല, പകരം അത് രക്തത്തിൽ തന്നെ അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത്, മുട്ടയുടെ മഞ്ഞ്, ചെറിയ മീനോ, ഈ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത്തരം ചെറിയ മീനൊക്കെ കഴിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ മാറ്റാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കാൽസ്യം ശരിയായ സ്ഥലത്ത് എത്തിക്കാനും നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം, വൈറ്റമിൻ K2 ഒക്കെ വേണം. മഗ്നീഷ്യം പലതരം കായ്കളിലും കദളി, പയർ വർഗ്ഗങ്ങളിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈറ്റമിൻ K2 ആണെങ്കിൽ തൈര്, നെയ്യ്, നാടൻ പാൽ ഉൽപ്പന്നങ്ങൾ ഇവയിലൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.